മതപരിവർത്തനവും നിർബന്ധിത മതപരിവർത്തനവും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ സാഹചര്യത്തിൽ സ്നേഹിച്ചു മതം മാറുന്നതും മതം മാറ്റാൻ വേണ്ടി സ്നേഹിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ തരംതിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ കുട്ടിയുടെ കത്തിലും ഈ കുട്ടിയുടെ സുഹൃത്ത് ആ പെൺകുട്ടിയുടെ മൊഴിയിലും വളരെ കൃത്യമായി ഈ സോന തന്നെ കൃത്യമായി എങ്ങനെ സംഭവിച്ചു, അവരെ എങ്ങനെ ആ കുട്ടിയെ പൂട്ടിയിട്ട കാര്യം, ഈ ചെറുപ്പക്കാരൻ മാത്രമല്ല ആ ചെറുപ്പക്കാരനോടൊപ്പം അവരുടെ വീട്ടുകാരും അവളെ ഭീഷണിപ്പെടുത്തുകയും അവളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അവളോടൊപ്പം അവരുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ നാട്ടുകാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടത്, ഈ സിമി ഉൾപ്പെടെയുള്ള അതുപോലെ NDF ഉൾപ്പെടെയുള്ള പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ള പാനായിക്കുളത്ത് വെച്ചാണ് ഈ കുട്ടിയെ. പാനായിക്കുളത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പാനായിക്കുളം സിമി ക്യാമ്പ്, പാനായിക്കുളത്തെ ഈ രാജ്യവിരുദ്ധ തീവ്രവാദ ശക്തികളുടെ സാന്നിധ്യം, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ കൊണ്ടുപോയാണ് ഈ കുട്ടിയെ മുറിയിൽ മതപരിവർത്തനം ആവശ്യപ്പെട്ടുകൊണ്ട് പൂട്ടിയിട്ടത്. വളരെ സംഘടിതമാണ് ഈ വിഷയം. പോലീസ് അന്വേഷിക്കേണ്ട വിഷയമല്ല, അതിനപ്പുറത്തേക്ക് ഇതിന് ഗ്രാവിറ്റി ഉണ്ട്. മാത്രമല്ല, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ സി ന്യൂസിനെ അഭിനന്ദിക്കുകയാണ്. പല ചാനലുകളും പല പത്രങ്ങളും ഈ വിഷയം അറിഞ്ഞിട്ടില്ല. വളരെ വലിയ സമ്മർദ്ദം, വളരെ ആസൂത്രിതമായ സമ്മർദ്ദം ഈ വിഷയത്തെ ലഘൂകരിക്കാനും ഈ വിഷയം ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാനും വലിയ ആസൂത്രിതമായ ശ്രമം കേരളത്തിൽ നടക്കുന്നു. അതെല്ലാ മാധ്യമങ്ങൾക്കും അതിന് വലിയ സമ്മർദ്ദങ്ങളുണ്ട്. എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. വരേണ്ട പത്രങ്ങളിൽ പോലും, ഈ വിഷയം ഏറ്റെടുക്കേണ്ട പത്രങ്ങളിൽ പോലും ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് പരാമർശമില്ല എന്നുള്ളത് ഏറെ ദൗർഭാഗ്യമാണ്. ഈ നാട് എങ്ങോട്ട് പോകുന്നു എന്ന് ഞാൻ ഉത്കണ്ഠയോടുകൂടി കാണുന്നു. താങ്കൾ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരന്റെ കുടുംബമോ മാത്രമായിരിക്കില്ല ഇതിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടാവുക എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിന്റെ അപ്പുറത്തേക്ക് വലിയൊരു സംഘടന തന്നെ ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് സംശയിക്കേണ്ടി വരുമോ? കേരളത്തിൽ നടക്കുന്ന ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട മതമാറ്റങ്ങൾ മുഴുവൻ പ്ലാൻഡ് ആണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു മറ്റൊരു മതത്തിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കല്യാണം കഴിച്ച് മാന്യമായി ജീവിക്കുന്നതിൽ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അതിനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട്. പക്ഷേ മതം മാറ്റാൻ വേണ്ടി മാത്രം പ്രണയിക്കുന്നതിനല്ല, പ്രണയം നടിക്കുന്നതാണ് ലവ് ജിഹാദ്. അത് ഉണ്ട് എന്ന് 24 മണിക്കൂറും വടക്കേന്ത്യയിലോട്ട് നോക്കിയിരിക്കുന്ന വടക്ക് നോക്കി യന്ത്രങ്ങളായ പിണറായി വിജയനും VD സതീശനും ഈ നാട്ടിൽ ഒരു കൊച്ചു പെങ്കൊച്ച്, ഒരു യുവതി മതപീഡനത്തിന്റെ പേരിൽ, മതപരിവർത്തന പീഡനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ട് മിണ്ടാട്ടമില്ല ഇവർക്ക് രണ്ടുപേർക്കും. ഇത് വളരെ ഗുരുതരമായൊരു വിഷയമാണ്. ഇത് സംഭവം നടക്കുന്ന ഈ പെൺകുട്ടി മരിക്കുന്നത് തന്നെ ശനിയാഴ്ചയാണ്. അതിന്റെ ഇപ്പുറത്തേക്ക് 2-3 ദിവസം പിന്നിട്ടിരിക്കുന്നു. അപ്പോഴും ഇത് വേണ്ട വിധത്തിൽ കേരളം ചർച്ച ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ? 100% വേണ്ട വിധത്തിൽ കേരളം ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല, ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്യില്ലെന്ന് മാത്രമല്ല, ഇത് മനഃപൂർവ്വം മൂടി വെക്കുവാൻ കേരളത്തിലെ പിണറായി വിജയനും VD സതീശനും ഉൾപ്പെടെ ഭരണപ്രതിപക്ഷങ്ങൾ ഈ വിഷയത്തെ മൂടി വെച്ച് ഇത് ലഘൂകരിക്കാൻ, ഇത് ഇല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.